ക്ലാസിഫിക്കേഷൻ ഓഫ് ലിഗാൻസ് ആണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ലിഗാൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ലോൺ പെയർ ആറ്റംസിനെ അല്ലെങ്കിൽ ലോൺ പെയർ ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്തിട്ട് സെൻട്രൽ മെറ്റൽ ആറ്റോ ആയിട്ട് ബോണ്ട് ഫോം ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് അയോൺസ് അല്ലെങ്കിൽ അയോൺസിനെയോ മോളിക്യൂൾസിനെയോ ഒക്കെയാണ് നമ്മൾ ലിഗാൻസ് എന്ന് പറയുക. ഇനി ഇതിൻ്റെ ചാർജിനെ ബേസ് ചെയ്തിട്ട് ലിഗാൻസിനെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ബേസ്ഡ് ഓൺ ചാർജ് വി ക്യാൻ ക്ലാസിഫൈ ലിഗാൻസ് ഇൻ ടു 3: നെഗറ്റീവ് ലിഗാൻഡ്, ന്യൂട്രൽ ലിഗാൻഡ്, നെഗറ്റീവ് ലിഗാൻഡ് ആൻഡ് പോസിറ്റീവ് ലിഗാൻഡ്. അപ്പം ന്യൂട്രൽ ലിഗാൻഡ് എന്ന് പറയുമ്പോൾ എന്താ, ചാർജ് ഒന്നും ഇല്ലാത്ത ന്യൂട്രൽ ആയിട്ടുള്ള ലിഗാൻസ്. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള അമോണിയ NH3 എന്താ, ഒരു ലോൺ പെയർ ഉണ്ട്, പക്ഷേ ഇതിന് ചാർജ് ഒന്നുമില്ല. ഇതിലത്തെ ഈ നൈട്രജൻ്റെ ലോൺ പെയറിനെ സെൻട്രൽ മെറ്റൽ ആറ്റത്തിലേക്ക് ഡൊണേറ്റ് ചെയ്തിട്ടാണ് അവിടെ ബോണ്ട് ഫോം ചെയ്യുന്നത്. അതുപോലെ H2O എന്ന് പറയുന്നത് വാട്ടർ, അത് ലിഗാൻഡ് ആയിട്ട് വരുമ്പോൾ നമ്മൾ അതിനെ അക്വ എന്നാണ് പറയുക. പിന്നെ അതുപോലെ CO, കാർബൺ മോണോക്സൈഡ്, അത് ലിഗാൻഡ് ആയിട്ട് വരുമ്പോൾ നമ്മൾ കാർബണിൽ ലിഗാൻഡ് എന്നാണ് പറയുക. അപ്പോൾ അതിനൊന്നും ചാർജ് ഇല്ല. അപ്പോൾ ചാർജ് ഇല്ലാത്ത ലിഗാൻഡ് ആയതുകൊണ്ട് ഇതിനെ ന്യൂട്രൽ ലിഗാൻസ് എന്ന് പറയും. ഇനി അതുപോലെ തന്നെ നെഗറ്റീവ് ലിഗാൻസ് ഉണ്ട്. അപ്പം നെഗറ്റീവ് ലിഗാൻസ് എന്ന് പറഞ്ഞാൽ എന്താ, നെഗറ്റീവ് ചാർജ് ഉള്ള ലിഗാൻസിനെയാണ് നെഗറ്റീവ് ലിഗാൻസ് എന്ന് പറയുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ F-. ഇപ്പോൾ F എന്ന് പറയുന്നത് ഫ്ലൂറൈഡ് അയോൺ ആണിത്, പക്ഷേ നമ്മളിവിടെ ലിഗാൻഡ് ആയിട്ട് വരുമ്പോൾ അതിനെ എങ്ങനെയാണ് പറയുക, ഫ്ലൂറിഡോ എന്നാണ് പറയുക. പിന്നെ അതുപോലെ അടുത്തത് Cl-, ക്ലോറിഡോ, OH-, ഹൈഡ്രോക്സോ, അതുപോലെ Cn-, സയനോ, അതുപോലെ SCn-, തയോസയനോ. വേറൊരു എക്സാമ്പിളും കൂടി ഉണ്ട്, SO4(2-). ഇവിടെ 2 നെഗറ്റീവ് ചാർജ് ഉണ്ട്, അതിനെ നമ്മൾ സൾഫേറ്റോ എന്ന് പറയും. അപ്പോൾ നെഗറ്റീവ്ലി ചാർജ്ഡ് ലിഗാൻസിൻ്റെ ഒക്കെ പേര് അവസാനിക്കുന്നത് ഓയിലാണ് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഫ്ലൂറിഡോ, ക്ലോറിഡോ, ഹൈഡ്രോക്സോ, സയനോ, തയോസയനോ, സൾഫേറ്റോ ഒക്കെ നെഗറ്റീവ്ലി ചാർജ്ഡ് ലിഗാൻഡാണ്. അപ്പോൾ ഇതിൻ്റെ പേരൊക്കെ പറയണത് എന്തിനാന്ന് വെച്ചാൽ അടുത്തത് നമ്മുടെ നെയിമിംഗ് ആണ്. അപ്പോൾ നെയിമിങ്ങിൽ ഈ ലിഗാൻസിൻ്റെ ഒക്കെ പേര് നമുക്കറിയണം, അതുപോലെ തന്നെ അതിൻ്റെ ചാർജും നമുക്കറിയണം. അപ്പോൾ അക്വ, അമീൻ, കാർബണിൽ എന്നൊക്കെ പറയുമ്പോൾ അത് ന്യൂട്രൽ ലിഗാൻസ് ആണെന്ന് മനസ്സിലാക്കുക. ഫ്ലൂറിഡോ, ക്ലോറിഡോ, ഹൈഡ്രോക്സോ, സയനോ, തയോസയനോ, സൾഫേറ്റോ ഒക്കെ നെഗറ്റീവ്ലി ചാർജ്ഡ് ലിഗാൻഡാണ്. ഇനി അതുപോലെ തന്നെ പോസിറ്റീവ്ലി ചാർജ്ഡ് ലിഗാൻഡും ഉണ്ട്, അത് NO+, NO2+ ഒക്കെ പോസിറ്റീവ്ലി ചാർജ്ഡ് ലിഗാൻസിന് എക്സാമ്പിളാണ്. അപ്പോൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ലിഗാൻഡിൻ്റെ ചാർജിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മൾ അടുത്തൊരു ക്ലാസിഫിക്കേഷനാണ് നമ്പർ ഓഫ് ഡോണർ സൈറ്റ്. അതായത് ലിഗാൻഡ് ലോൺ പെയർ ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്തിട്ടാണല്ലോ സെൻട്രൽ മെറ്റൽ ആറ്റോമായിട്ട് അറ്റാച്ച് ചെയ്യണത്. ലോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യും, എത്ര ലോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യണോ എന്നതിനെ ബേസ് ചെയ്തിട്ട്. അപ്പോൾ ഒരു ലോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡോണർ സൈറ്റ് ഒരെണ്ണാണ്, അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ ഡാൻഡസിറ്റി എന്ന് പറയുക. നമ്പർ ഓഫ് ഡോണർ സൈറ്റിനെയാണ് നമ്മൾ ഡാൻഡസിറ്റി എന്ന് പറയുക. അപ്പോൾ ഡാൻഡസിറ്റിയെ ബേസ് ചെയ്തിട്ടാണ് അടുത്ത ക്ലാസിഫിക്കേഷൻ, അല്ലെങ്കിൽ നമ്പർ ഓഫ് ഡോണർ സൈറ്റിനെ ബേസ് ചെയ്തിട്ടാണ് അടുത്ത ക്ലാസിഫിക്കേഷൻ. അതിൽ യൂണിഡെൻഡേറ്റ്, ബൈഡെൻഡേറ്റ്, പോളിഡെൻഡേറ്റ് എന്ന് പറഞ്ഞിട്ട് 3 നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ യൂണിഡെൻഡേറ്റ് ലിഗാൻഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡാൻഡസിറ്റി 1 ആണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, അതിൽ ഒരു ഡോണർ ആറ്റമാണ് അതിലുള്ളത്. ഓക്കെ, ഒരു ഡോണർ ആറ്റം വഴി സെൻട്രൽ മെറ്റൽ ആറ്റമായിട്ട് ബൈൻഡ് ചെയ്തിട്ടുള്ള ലിഗാൻസ്, അറ്റാച്ച് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കോർഡിനേഷൻ ബോണ്ട് ഫോം ചെയ്തിട്ടുള്ള ലിഗാൻസിനെയാണ് നമ്മൾ യൂണിഡെൻഡേറ്റ് ലിഗാൻഡ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ യൂണിഡെൻഡേറ്റ് ലിഗാൻഡിൽ ഒരു ഡോണർ സൈറ്റാണുള്ളത്. അതിന് എക്സാമ്പിളാണ് NH3. ഏത് ആറ്റം വഴിയാണ് ലിങ്ക് ചെയ്തത്, നൈട്രജനിലെ ലോൺ പെയർ വഴിയാണ് സെൻട്രൽ മെറ്റൽ ആറ്റമായിട്ട് ബൈൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ഡോണർ സൈറ്റ് ആണുള്ളത്, നൈട്രജൻ വഴിയാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അമീൻ എന്നാണ് അതിൻ്റെ പേര്. അമീൻ എന്ന് എഴുതുമ്പോൾ AMMINE തന്നെ എഴുതണം. ലിഗാൻഡ് ആയിട്ട് വരുമ്പോൾ 2 M വേണം. സാധാരണ നമ്മൾ ഓർഗാനിക് ആയിട്ടുള്ള കോമ്പൗണ്ടൊക്കെ ആകുമ്പോൾ എത്തിലീൻ ഡൈഅമീൻ എന്നൊക്കെ എഴുതുമ്പോൾ അവിടെ അമീൻ AMINE എന്നേ എഴുതുള്ളൂ. പക്ഷേ ലിഗാൻഡ് ആയിട്ട് നമ്മൾ അതിനെ നെയിം ചെയ്യുന്ന സമയത്ത് AMMINE എന്ന് 2 M തന്നെ എഴുതണം. അപ്പോൾ NH3 എന്ന് പറയുന്നത് ഒരു ലോൺ പെയർ വഴിയാണ്, ഒരു ഡോണർ സൈറ്റ് വഴിയാണ് അറ്റാച്ച് ചെയ്തത്. അതുകൊണ്ട് NH3 ഈസ് ആൻ എക്സാമ്പിൾ ഫോർ യൂണിഡെൻഡേറ്റ് ലിഗാൻഡ് അല്ലെങ്കിൽ മോണോഡെൻഡേറ്റ് ലിഗാൻഡിന് എക്സാമ്പിളാണ്. അതുപോലെ തന്നെ H2O എന്ന് പറയുന്നത് അക്വ. അതിൽ ഓക്സിജൻ വഴിയാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഈ ലിഗാൻഡ് ഓക്സിജനിലെ ലോൺ പെയർ വഴിയാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്, അക്വ. അതും അതെ, ഒരൊറ്റ ഡോണർ സൈറ്റ് വഴിയാണ് സെൻട്രൽ മെറ്റൽ ആറ്റമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഇനി OH-, ഇവിടെ അതെ ഓക്സിജനിൽ ലോൺ പെയർ ഉണ്ട്, OH- അതുവഴി അറ്റാച്ച് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ പേര് ഹൈഡ്രോക്സോ. പിന്നെ CO, കാർബണിൽ ലിഗാൻഡ്.
അതുപോലെ തന്നെ Cl-, ക്ലോറിഡോ, ഫ്ലൂറിഡോ, ബ്രോമിഡോ, അയഡിഡോ എല്ലാം എന്താണ് 1 ഡോണർ സൈറ്റ് ആണ്, അല്ലെങ്കിൽ ഡാൻഡിസിറ്റി 1 ആണ്. ദേ ആർ യൂണിഡെൻഡേറ്റ് അല്ലെങ്കിൽ മോണോഡെൻഡേറ്റ് ലിഗാൻഡ് ആണ്. ഇനി ചില ലിഗാൻസ് ഉണ്ട് 2 ഡോണർ സൈറ്റ് വഴി സെൻട്രൽ മെറ്റൽ ആറ്റവുമായിട്ട് അറ്റാച്ച് ചെയ്യണത്. അങ്ങനത്തെ ലിഗാൻസിനെയാണ് നമ്മൾ ബൈഡെൻഡേറ്റ് ലിഗാൻഡ് അല്ലെങ്കിൽ ഡൈഡെൻഡേറ്റ് ലിഗാൻഡ് എന്ന് പറയുക. ഓക്കെ, അതായത് 2 ഡോണർ സൈറ്റ് വഴി സെൻട്രൽ മെറ്റൽ ആറ്റവുമായിട്ട് അറ്റാച്ച് ചെയ്യണത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആണ് ഈഥെയ്ൻ 1,2 ഡൈഅമീൻ, ETHANE, ഈഥെയ്ൻ 1,2 ഡൈഅമീൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നോക്കൂ, ഈഥെയ്ൻ എന്ന് പറയുമ്പോൾ CH3 അതിലത്തെ ഒരു ഹൈഡ്രജൻ പോയിട്ട് അവിടേക്ക് NH2 അമീൻ വന്നു. അപ്പോൾ ഈഥെയ്ൻ 1,2 ഡൈഅമീൻ. അപ്പോൾ ഇവിടെ ഒരു 2 നൈട്രജൻ ഉണ്ട്, ആ ഓരോ നൈട്രജനിൽ ലോൺ പെയർ ഉണ്ട്. അപ്പോൾ ഈ ലോൺ പെയറിനെ മെറ്റലിലേക്ക് ഡൊണേറ്റ് ചെയ്തിട്ട് എന്താണ് ബോണ്ട് ഫോം ചെയ്യാം. അപ്പോൾ 2 ഡോണർ സൈറ്റ് ഉണ്ട്, അതേസമയം ന്യൂട്രലും ആണ്. അപ്പോൾ ഇതാണ് എന്ത് ഡൈഡെൻഡേറ്റ് അല്ലെങ്കിൽ ബൈഡെൻഡേറ്റ് ലിഗാൻഡിന് എക്സാമ്പിൾ ആണ് ഈഥെയ്ൻ 1,2 ഡൈഅമീൻ. ന്യൂട്രൽ ആയിട്ടുള്ള 2 ഡോണേഴ്സ് ആയിട്ടുള്ള ഒരു ലിഗാൻഡിന് എക്സാമ്പിൾ ആണ്. ഇനി അടുത്തത് നോക്കൂ, ഇതിനെ നമ്മൾ എബ്രീവിയേറ്റ് ചെയ്തിട്ട് ചുരുക്കിയിട്ട് EN എന്നാണ് നമ്മൾ എഴുതുക. ഈഥെയ്ൻ 1,2 ഡൈഅമീൻ എന്ന് നീട്ടി വലിച്ച് എഴുതാണ്ട് നമ്മൾ EN എന്ന് റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈഥെയ്ൻ 1,2 ഡൈഅമീൻ അല്ലെങ്കിൽ എത്തിലീൻ ഡൈഅമീൻ ആണെന്ന് മനസ്സിലാക്കുക. അത് ഒരു ഡൈഡെൻഡേറ്റ് ലിഗാൻഡാണ് അല്ലെങ്കിൽ ബൈഡെൻഡേറ്റ് ലിഗാൻഡാണ്. അതുപോലെ അടുത്തൊരു എക്സാമ്പിൾ ആണ് ഓക്സലേറ്റ്, COO- C2O4 2- ഓക്സലേറ്റ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഓക്സിജനിലത്തെ ഈ 2 ഓക്സിജനിൽ ലോൺ പെയർ ഉണ്ട്, അത് സെൻട്രൽ മെറ്റൽ ആറ്റത്തിലേക്ക് ഡൊണേറ്റ് ചെയ്തിട്ട് ബോണ്ട് ഫോം ചെയ്യാം. 2 ഡോണർ സൈറ്റ് വഴി സെൻട്രൽ മെറ്റൽ ആറ്റത്തിലേക്ക് അറ്റാച്ച് ചെയ്യണത് കൊണ്ട് ഇതൊരു ഡൈഡെൻഡേറ്റ് ലിഗാൻഡ് അല്ലെങ്കിൽ ബൈഡെൻഡേറ്റ് ലിഗാൻഡ് ആണ് ഓക്സലേറ്റോ. അതിനെ നമ്മൾ OX എന്നാണ് ചുരുക്കി എഴുതുക. ഓക്സലേറ്റോ ഒരു ഡൈഡെൻഡേറ്റ് ലിഗാൻഡ് ആണ്. 2- 2 നെഗറ്റീവ് ചാർജ് ഉണ്ട് അതിന്, ഓക്സലേറ്റ് അല്ലേ. അപ്പോൾ 2 നെഗറ്റീവ് ചാർജ് ഉണ്ട്, 2 നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ് ഈ ലിഗാൻഡ് എന്ന് പറയുന്നത്. ഇനി ഒരു ഡോണർ സൈറ്റ് വഴിയാണ് അറ്റാച്ച് ചെയ്തതെങ്കിൽ യൂണിഡെൻഡേറ്റ്, 2 ഡോണർ സൈറ്റ് വഴിയാണ് അറ്റാച്ച് ചെയ്തതെങ്കിൽ ഡൈഡെൻഡേറ്റ് അല്ലെങ്കിൽ ബൈഡെൻഡേറ്റ്. ഇനി അതിലും കൂടുതൽ 3, 4, 5 എന്ന് പറഞ്ഞിട്ട് എത്ര ഡോണർ സൈറ്റ് വരുന്നു അതിനെയൊക്കെ കൂടിയിട്ട് നമ്മൾ പോളിഡെൻഡേറ്റ് ലിഗാൻഡ് എന്ന് പറയും. അതിനൊരു എക്സാമ്പിൾ ആണ് എത്തിലീൻ ഡൈഅമീൻ ടെട്രാ അസറ്റേറ്റ് അയോൺ, EDTA അയോൺ, അതായത് എത്തിലീൻ ഡൈഅമീൻ ടെട്രാ അസറ്റേറ്റ് അയോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ. എത്തിലീൻ എന്ന് പറയുമ്പോൾ CH3 അതിലത്തെ എന്താണ് ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടേക്ക് NH2 വന്നു. ആ നൈട്രജനിലത്തെ 2 ഹൈഡ്രജൻ, അതായത് ഈ ഈഥെയ്ൻ 1,2 ഡൈഅമീനിലത്തെ ഓരോ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടേക്കൊക്കെ അസറ്റേറ്റ് വരുന്നതാണ് ഈഥെയ്ൻ 1,2 ഡൈഅമീൻ ടെട്രാ അസറ്റേറ്റ് അയോൺ, എത്തിലീൻ ഡൈഅമീൻ ടെട്രാ അസറ്റേറ്റ് അയോൺ അല്ലെങ്കിൽ EDTA അയോൺ എന്ന് പറയുന്നത്. അപ്പോൾ അത് നോക്കൂ, ഇവിടെ ഓക്സിജൻ, ഈ ഒരു ഓക്സിജൻ, ഈ ഓക്സിജനിലൊക്കെ ലോൺ പെയർ ഉണ്ട്, അതുവഴി സെൻട്രൽ മെറ്റൽ ആറ്റത്തിലേക്ക് ബൈൻഡ് ചെയ്യാം. അതുപോലെ തന്നെ ഈ 2 നൈട്രജനിലും ഓരോ ലോൺ പെയർ ഉണ്ട്, അതുവഴിയും സെൻട്രൽ മെറ്റൽ ആറ്റത്തിലേക്ക് ബൈൻഡ് ചെയ്യാം. അപ്പോൾ ടോട്ടൽ എത്ര ഡോണർ സൈറ്റ് ഉണ്ട് ഇതിൽ? 1, 2, 3, 4, 5, 6 ഡോണർ സൈറ്റ് ഉണ്ട്. ഇതൊരു ഹെക്സാഡെൻഡേറ്റ് ലിഗാൻഡ് ആണ്. ഒരു പോളിഡെൻഡേറ്റ് ലിഗാൻഡിന് എക്സാമ്പിളാണ് EDTA അയോൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ലിഗാൻസിൻ്റെ ചാർജിനെ ബേസ് ചെയ്തിട്ടും അതിൻ്റെ ഡാൻഡിസിറ്റിയെ ബേസ് ചെയ്തിട്ടുമാണ് ക്ലാസിഫിക്കേഷൻ. ഈ ലിഗാൻസിൽ നമ്മൾ പറയുമ്പോൾ നെഗറ്റീവ്ലി ചാർജ്ഡ് ലിഗാൻസ് ഒക്കെ ഓയിൽ അവസാനിക്കുമെന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ അതുപോലെ ഈ ലിഗാൻസിനൊക്കെ സ്പെസിഫിക് ആയിട്ടുള്ള പേരുണ്ട്, ആ പേര് ഓർത്ത് വയ്ക്കണം, അതുപോലെ ചാർജും ഓർത്ത് വയ്ക്കണം. അപ്പോൾ അടുത്ത ക്ലാസിഫിക്കേഷനാണ് ആംബിഡെൻഡേറ്റ് ലിഗാൻഡ് എന്നും ചീലേറ്റിംഗ് ലിഗാൻഡ് എന്നും. ചീലേറ്റിംഗ് ലിഗാൻഡ് അല്ലെങ്കിൽ കീലേറ്റിംഗ് ലിഗാൻഡ് എന്ന് പറയും. മെയിൻ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഡാൻഡിസിറ്റി നമ്മൾ 3 ക്ലാസിഫൈ ചെയ്തിരുന്നു. അതിൽ തന്നെ ഒരു പാർട്ടാണ് ആംബിഡെൻഡേറ്റ് ലിഗാൻഡ് എന്നും ചീലേറ്റിംഗ് ലിഗാൻഡ് എന്നും. അപ്പോൾ ആംബിഡെൻഡേറ്റ് ലിഗാൻഡ് എന്ന് പറഞ്ഞാൽ അതൊരു മോണോഡെൻഡേറ്റ് ലിഗാൻഡ് തന്നെയാണ്. പക്ഷേ അറ്റ് എ ടൈം ഒരു ഡോണർ ആറ്റം വഴിയേ സെൻട്രൽ മെറ്റൽ ആറ്റവുമായിട്ട് അറ്റാച്ച് ചെയ്യുള്ളൂ. അതായത് 2 ഡോണർ ആറ്റംസ് ഉള്ള ഒരു മോണോഡെൻഡേറ്റ് ലിഗാൻഡ് അറ്റ് എ ടൈം ഒരു ഡോണർ ആറ്റം വഴി സെൻട്രൽ മെറ്റൽ ആറ്റവുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നതാണ് ആംബിഡെൻഡേറ്റ് ലിഗാൻഡ്. അപ്പോൾ അതിന് എക്സാമ്പിൾ ആയിട്ട് നോക്കൂ, സയനോ ലിഗാൻഡ്, CN-, സയനോ ലിഗാൻഡ്. അപ്പോൾ കാർബൺ വെച്ചിട്ടാണ് സെൻട്രൽ മെറ്റൽ ആറ്റവുമായിട്ട് ലിങ്ക് ചെയ്യണമെങ്കിൽ അതിന് സയനോ എന്ന് പേര് കൊടുക്കും. അതുപോലെ നൈട്രജനിൽ ലോൺ പെയർ ഉണ്ട്, നൈട്രജൻ വഴിയാണ് സെൻട്രൽ മെറ്റൽ ആറ്റവുമായിട്ട് ലിങ്ക് ചെയ്യണമെങ്കിൽ അത് ഐസോസയനോ ആണ്.
ഓക്കെ. അതുപോലെ തന്നെ ഇത് തയോസൈനോ ആണ്. SCN- എന്ന് പറയുന്നത് തയോസൈനോ. സൾഫർ വഴിയാണ് സെൻട്രൽ മെറ്റൽ ആറ്റമായിട്ട് ലിങ്ക് ചെയ്യണമെങ്കിൽ അതിനെ തയോസൈനോ എന്നും, അതുപോലെ നൈട്രജൻ വഴിയാണ് സെൻട്രൽ മെറ്റൽ ആറ്റമായിട്ട് ലിങ്ക് ചെയ്യണമെങ്കിൽ അത് ഐസോ തയോസൈനോ എന്നും. അപ്പോൾ ഇതിൽ 2 ഡോണർ ആറ്റംസ് ഉണ്ടെങ്കിലും അറ്റ് എ ടൈം ഒരൊറ്റ ഡോണർ ആറ്റമായിട്ട് സെൻട്രൽ മെറ്റൽ ആറ്റമായിട്ട് ലിങ്ക് ചെയ്യുന്നുള്ളൂ. വേറൊരു എക്സാമ്പിളാണ് നൈട്രിറ്റോ. ഓക്കെ, നൈട്രിറ്റോയില് നൈട്രജൻ NO2-. അപ്പോൾ അതിൽ നൈട്രജൻ വഴിയാണ് സെൻട്രൽ മെറ്റൽ ആറ്റമായിട്ട് ലിങ്ക് ചെയ്യണമെങ്കിൽ അതിനെ നൈട്രിറ്റോ ഒരു ഹൈഫൺ ഇട്ടിട്ട് നമ്മൾ N എന്ന് എഴുതും. ഈ N എന്ന് എഴുതുന്നത് കാണിക്കുന്നത് എന്താ, നൈട്രജൻ വഴിയാണ് സെൻട്രൽ മെറ്റൽ ആറ്റമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നത് എന്നാണ് ഇതിൻ്റെ അർത്ഥം. അതുപോലെ ONO-, NO2 തന്നെ അതിൽ ഓക്സിജൻ വഴിയാണ് ലിങ്ക് ചെയ്തിരിക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതും. അല്ലെങ്കിൽ നമ്മൾ എന്താ പേരിൻ്റെ കൂടെ നമ്മൾ എഴുതുമ്പോൾ നൈട്രിറ്റോ ഒരു ഹൈഫൺ ഇട്ടിട്ട് O എന്ന് എഴുതണം. കാരണം അത് കാണിക്കുന്നത് ഓക്സിജൻ വഴിയാണ് സെൻട്രൽ മെറ്റൽ ആറ്റമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നത് എന്നാണ്. അപ്പോൾ അതാണ് ആംബിഡെൻഡേറ്റ് ലിഗാൻഡ്. ഒരു മോണോഡെൻഡേറ്റ് ലിഗാൻഡ് തന്നെയാണ്, പക്ഷേ അതിലെന്താണ് ഒന്നിലധികം ഡോണർ ആറ്റംസ് ഉണ്ട്. പ്രത്യേകത എന്താ, അറ്റ് എ ടൈം ഒരൊറ്റ ഡോണർ ആറ്റമായിട്ട് മാത്രമേ സെൻട്രൽ മെറ്റൽ ആറ്റമായിട്ട് ലിങ്ക് ചെയ്യണുള്ളൂ എന്നതാണ് അതിൻ്റെ പ്രത്യേകത. ഇനി അടുത്തതാണ് ചീലേറ്റിംഗ് ലിഗാൻഡ്. അപ്പോൾ ചില പോളിഡെൻഡേറ്റ് ലിഗാൻഡുകൾ സെയിം സെൻട്രൽ മെറ്റൽ ആറ്റമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് റിംഗ് സ്ട്രക്ചർ ഫോം ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ റിംഗ് സ്ട്രക്ചർ ഫോം ചെയ്യുന്ന ഫിനോമിനനെയാണ് കീലേഷൻ എന്ന് പറയുക. ആ റിംഗ് സ്ട്രക്ചർ ഫോം ചെയ്യാൻ കഴിവുള്ള ലിഗാൻസിനെയാണ് നമ്മൾ കീലേറ്റിംഗ് ലിഗാൻഡ് അല്ലെങ്കിൽ ചീലേറ്റിംഗ് ലിഗാൻസ് എന്ന് പറയുന്നത്. അതായത് പോളിഡെൻഡേറ്റ് ലിഗാൻഡാണ്, സെയിം സെൻട്രൽ മെറ്റൽ ആറ്റമായിട്ട് ബൈൻഡ് ചെയ്യുന്ന സമയത്ത്, സെയിം സെൻട്രൽ മെറ്റൽ ആറ്റമായിട്ട് ലിങ്ക് ചെയ്യുന്ന സമയത്ത് അതൊരു റിംഗ് സ്ട്രക്ചർ ഫോം ചെയ്യും. അപ്പോൾ ഇങ്ങനെ റിംഗ് സ്ട്രക്ചർ ഫോം ചെയ്യുമ്പോൾ സാധാരണ റിംഗ് സ്ട്രക്ചർ ഇല്ലാത്ത കോർഡിനേഷൻ കോംപ്ലക്സിനേക്കാൾ സ്റ്റെബിലിറ്റി കൂടും റിംഗ് സ്ട്രക്ചർ ഫോം ചെയ്യണ ചീലേറ്റിംഗ് ലിഗാൻസിന്. കീലേഷൻ വഴി കോർഡിനേഷൻ കോംപ്ലക്സ് ഫോം ചെയ്തിട്ടുള്ള ലിഗാൻസിന് സാധാരണ നോർമൽ കോർഡിനേഷൻ കോമ്പൗണ്ട്സിനേക്കാളും സ്റ്റെബിലിറ്റി കൂടും എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ കീലേറ്റിംഗ് ലിഗാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പോളിഡെൻഡേറ്റ് ലിഗാൻഡാണ്. അതിൽ മോർ ദാൻ 2 അല്ലെങ്കിൽ പോളിഡെൻഡേറ്റ് ലിഗാൻഡ് എന്ന് പറയുമ്പോൾ ഡാൻറ്റിസിറ്റി 2-നേക്കാൾ കൂടുതലാണല്ലോ. അപ്പോൾ സെയിം സെൻട്രൽ മെറ്റൽ ആറ്റമായിട്ട് ലിങ്ക് ചെയ്യുന്ന സമയത്ത് ഒരു റിംഗ് സ്ട്രക്ചർ ഫോം ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ലിഗാൻസിനെയാണ് നമ്മൾ കീലേറ്റിംഗ് ലിഗാൻസ് എന്ന് പറയുക. അപ്പോൾ ഒരു എക്സാമ്പിളാണ് അത് ഏതാ, ഈഥെയ്ൻ 1,2-ഡൈ അമീനാണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ. അപ്പോൾ ഈഥെയ്ൻ 1,2-ഡൈ അമീനിൽ 2 നൈട്രജൻ ഉണ്ട്, നൈട്രജനിലും ലോൺ പെയർ ഉണ്ട്. അത് സെയിം സെൻട്രൽ മെറ്റൽ ആറ്റത്തിലേക്ക് ഡൊണേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു റിംഗ് സ്ട്രക്ചർ ഫോം ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത് കീലേറ്റിംഗ് ലിഗാൻഡിനുള്ള ഒരു എക്സാമ്പിളാണ്. ഓക്കെ, പിന്നെ അതുപോലെ അടുത്തൊരു എക്സാമ്പിളാണ് ഇത് ഓക്സലേറ്റോ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ബൈഡെൻഡേറ്റ് ലിഗാൻഡ് ആയിട്ടുള്ള ഓക്സലേറ്റോ. അതിലും അതെ 2 ഓക്സിജൻ ആറ്റം ഉണ്ട്. ആ 2 ഓക്സിജൻ ആറ്റവും എന്താണ് സെയിം സെൻട്രൽ മെറ്റൽ ആറ്റത്തിലേക്കാണ് ലിങ്ക് ചെയ്യുന്നതെങ്കിൽ അവിടെ നോക്കൂ, അവിടെ ഒരു റിംഗ് സ്ട്രക്ചർ ഫോം ചെയ്യും. അപ്പോൾ ഇതും ഓക്സലേറ്റോ എന്ന് പറയുന്നതും ഒരു കീലേറ്റിംഗ് ലിഗാൻഡാണ്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഹെക്സാഡെൻഡേറ്റ് ലിഗാൻഡ് ആയിട്ടുള്ള എത്തിലീൻ ഡയമീൻ ടെട്രാ എസറ്റേറ്റ്, അതും അതെ ഒരു കീലേറ്റിംഗ് ലിഗാൻഡിന് എക്സാമ്പിളാണ്. എന്താണ് കീലേറ്റിംഗ് ലിഗാൻഡ്? ഒരു പോളിഡെൻഡേറ്റ് ലിഗാൻഡ് സെയിം സെൻട്രൽ മെറ്റൽ ആറ്റമായിട്ട് ബൈൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു റിംഗ് സ്ട്രക്ചർ ഫോം ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള ലിഗാൻഡ്സിനെയാണ് നമ്മൾ കീലേറ്റിംഗ് ലിഗാൻഡ് എന്ന് പറയുക. ആ റിംഗ് സ്ട്രക്ചർ ഫോം ചെയ്യണ ആ ഫിനോമിനനാണ് കീലേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഈഥെയ്ൻ 1,2-ഡൈ അമീനും ഓക്സലേറ്റും ഒക്കെ അതിനുള്ള എക്സാമ്പിളാണ്. ഇപ്പോൾ ലിഗാൻസിനെ നമ്മൾ ചാർജിൻ്റെ ബേസിലും അതുപോലെ ഡാൻറ്റിസിറ്റിയുടെ ബേസിലും ക്ലാസിഫൈ ചെയ്തത് കഴിഞ്ഞു. ഇനി ലിഗാൻസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ കോംപ്ലക്സസിനെ ഒന്ന് ക്ലാസിഫൈ ചെയ്യാണ്. ലിഗാൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ അല്ല, ലിഗാൻസിനെ നോക്കിയിട്ട് കോംപ്ലക്സസിനെ അല്ലെങ്കിൽ കോർഡിനേഷൻ കോമ്പൗണ്ട്സിനെ നമ്മൾ അതിനെ കോർഡിനേഷൻ കോംപ്ലക്സസ് അല്ലെങ്കിൽ സിംപ്ലി കോംപ്ലക്സസ് എന്ന് പറഞ്ഞല്ലോ, സിംപ്ലി കോംപ്ലക്സസ് എന്നും പറയുന്നു പറഞ്ഞു. അപ്പോൾ കോർഡിനേഷൻ കോമ്പൗണ്ട്സിനെ അതിലുള്ള ലിഗാൻസിനെ ബേസ് ചെയ്തിട്ട് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം എന്നതാണ്. അപ്പോൾ ആദ്യത്തെയാണ് ഹോമോലെപ്റ്റിക് കോംപ്ലക്സസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഹോമോലെപ്റ്റിക് കോംപ്ലക്സസിൻ്റെ എക്സാമ്പിൾ നോക്കൂ, CrNH3 6 Cl3. അപ്പോൾ അവിടെ നോക്കൂ, ഇതിൽ സെൻട്രൽ മെറ്റൽ ആറ്റം എന്ന് പറയുന്നത് ക്രോമിയം, ലിഗാൻഡ് എന്ന് പറയുന്നത് അമീൻ ലിഗാൻഡ് ആണ്, NH3 ആണ്, അമോണിയാണ് അവിടെ ലിഗാൻഡ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇനി ഹെട്രോലെപ്റ്റിക് കോംപ്ലക്സസിന് നോക്കൂ, അതിൽ ക്രോമിയം ലിഗാൻഡ്സ് ഏതൊക്കെയാണ്? അമീനും ഉണ്ട്, അതുപോലെ ക്ലോറിഡോയും ഉണ്ട്. അതായത് 2 തരത്തിലുള്ള ലിഗാൻഡ്സ് വന്നു. അപ്പോൾ ഒരു തരത്തിലുള്ള ലിഗാൻഡ് മാത്രമേ നമ്മുടെ സെൻട്രൽ മെറ്റൽ ആറ്റമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ളൂ എങ്കിൽ അത് ഹോമോലെപ്റ്റിക് ലിഗാൻഡ് ആണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലിഗാൻസ് സെൻട്രൽ മെറ്റൽ ആറ്റമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഹെട്രോലെപ്റ്റിക് കോംപ്ലക്സ് ആണ്. ലിഗാൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ അല്ല, ലിഗാൻസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ കോംപ്ലക്സസിനെ ക്ലാസിഫൈ ചെയ്തതാണ്.